Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. ടെസ്റ്റ് വെദർ ദ സീരീസ് സിഗ്മ k = 1 to infinity minus 1 raised to k plus 1 into 1 by root k plus 1 is absolutely convergent or conditionally convergent. ഇത് ഡിസംബർ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന പ്രോബ്ലം അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന സീരീസില് യു കെ എന്ന് പറയുന്നത് എന്താണ്? യു കെ is equal to minus 1 raised to k plus 1 into 1 by root k plus 1 ആണ്. നമ്മൾ ഇതിൽ നിന്ന് മോഡുലസ് ഓഫ് യു കെ എടുക്കാം. മോഡുലസ് ഓഫ് യു കെ എടുക്കുമ്പോൾ ഈ minus 1 raised to k plus 1 ഒഴിവാക്കിയിട്ട് ഇങ്ങനെ എടുക്കാം 1 by root k plus 1. ഇനി നമ്മൾ ഈ മോഡുലസ് ഓഫ് യു കെ എന്നുള്ളത് 1 by root k plus 1 കിട്ടിയത് absolutely കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ കയ്യിൽ റേഷ്യോ ടെസ്റ്റ് ഉണ്ട്, റൂട്ട് ടെസ്റ്റ് ഉണ്ട്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ്, റൂട്ട് ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ്. നമ്മൾ ഇതിൽ ചൂസ് ചെയ്യുന്നത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ് ആണ്. കാരണം ഇവിടെ നമ്മൾ ഫാക്ടോറിയൽ വരുമ്പോഴും പവർ കെ വരുമ്പോഴൊക്കെയാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുക. ഹോൾ റേസ് ടു കെ വരുമ്പോഴാണ് റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുക. ഇത് രണ്ടില്ലാത്ത കേസിലാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഈ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഇപ്പൊ ഇവിടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് ഒരു പുതിയ ഒരു സീരീസ് ഫോം ചെയ്യണം. മോഡുലസ് ഓഫ് വി കെ അതെന്താണ്? 1 by root k എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by k raised to 1 by 2. ഇവിടെ p ഇത് 1 by k raised to 1 by 2 എന്നുള്ളത് 1 by k raised to p ഒരു p സീരീസ് ആണ്. ഇവിടെ p യുടെ വാല്യൂ എത്രയാണ്? p യുടെ വാല്യൂ 1 by 2 ആണ്. അത് ലെസ് ദാൻ 1 ആണ്. p യുടെ വാല്യൂ 1 by 2 ആണ്, ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് നമ്മൾ ഫോം ചെയ്ത ഈ ന്യൂ സീരീസ് ഈ vk എന്നുള്ളത് vk is ഡൈവർജന്റ്. പുതിയ സീരീസ് ഡൈവർജന്റ് ആണ് കിട്ടി. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ റോ കണ്ടുപിടിക്കണം. റോ എന്നുള്ളത് എന്താണ്? ലിമിറ്റ് k tends to infinity modulus of uk by vk. That is limit k tends to infinity modulus of uk എന്താണ്? 1 by root k plus 1 into vk എന്താണ്? 1 by k raised to 1 by 2. അപ്പോൾ k raised to 1 by 2 മുകളിലോട്ട് പോകും, താഴെ 1. That is equal to limit k tends to infinity ന്യൂമറേറ്ററിൽ റൂട്ട് k raised to 1 by 2 ആണ്. ഡിനോമിനേറ്ററിൽ എന്താണ്? k raised to 1 by 2 എന്നുള്ളതാണ് റൂട്ട് k. താഴെ റൂട്ട് k നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ 1 plus 1 by root k. ഈ റൂട്ട് k ക്യാൻസൽ ചെയ്തു. k ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 by root k എന്നുള്ളത് 0 ആവും. അപ്പൊ നമുക്ക് 1 കിട്ടും. ഈ 1 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ് ആണ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ ഈ പുതിയ സീരീസ് ഡൈവർജന്റ് ആയതുകൊണ്ട് നമ്മൾ പറയും the given series is absolutely divergent. പുതിയ സീരീസ് absolutely divergent ആണ് കിട്ടി. കാരണം എന്താണ്? നമ്മൾ ഫോം ചെയ്ത പുതിയ സീരീസ് vk എന്നുള്ളത് നമുക്ക് ഒരു p സീരീസ് ആണ്. ഇവിടെ p യുടെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. therefore ആ പുതിയ സീരീസ് ഡൈവർജന്റ് ആണ്. എന്ന് മാത്രമല്ല റോ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ എത്രയാണ്? 1 ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ് ആണ്. therefore given series is absolutely divergent. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റേജിൽ ഇത് കണ്ടീഷണലി കൺവെർജന്റ് ആണോ നോക്കാം. കണ്ടീഷണലി കൺവെർജന്റ് ആണോ നോക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ലെബിനിസ് ടെസ്റ്റ്. ലെബിനിസ് ടെസ്റ്റ് പറയുന്ന മറ്റൊരു പേരാണ് അൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. ലെബിനിസ് ടെസ്റ്റ് പറയുന്ന മറ്റൊരു പേര് എന്താണ്? അൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. അൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് അനുസരിച്ച് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ak എന്നുള്ളത് എടുക്കുന്നു 1 by root k plus 1. then ak plus 1 ചൂസ് ചെയ്യുക. ak plus 1 എന്താണ്? ak plus 1 is equal to 1 by root k plus 1 plus 1. ആ k യുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? k plus 1 കൊടുക്കുന്നു. അപ്പോൾ 1 by root k plus 1 plus 1. Clearly ak plus 1 less than ak.
AK plus 1 AK ചെറുതാണ്. അപ്പൊ ലെബനിസ് ടെസ്റ്റിന്റെ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. AK plus 1 less than AK. AK എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√k+1 ആണ്. AK plus 1 എന്താണ്? 1/√k+1 ആണ്. അപ്പൊ AK plus 1 less than AK ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് k tends to infinity AK എടുക്കുക. That is limit k tends to infinity. AK എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√k+1. ഈ k ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? ഇവിടെ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി ഓഫ് ആൻസർ വിൽ ബി 0. ആൻസർ 0. അപ്പോൾ ലെബനിസ് ടെസ്റ്റ് പ്രകാരം ഈ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തു. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? AK plus 1 less than AK. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് k tends to infinity AK എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ഇതിന്റെ രണ്ട് ലെബനിസ് ടെസ്റ്റ് രണ്ട് കണ്ടീഷൻ ഫുൾഫിൽ ആയതുകൊണ്ട് നമ്മുടെ സീരീസ് എന്തായിരിക്കും? കണ്ടീഷണലി കൺവെർജന്റ്. നമ്മുടെ സീരീസ് കണ്ടീഷണലി, therefore ഇത് കണ്ടീഷണലി കൺവെർജന്റ്. therefore the given series is conditionally convergent. Conditionally. കാരണം ആദ്യം നമുക്ക് അബ്സല്യൂട്ട് ഡൈവർജന്റ് കിട്ടി. രണ്ടാമത്തെ ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? കണ്ടീഷണലി കൺവെർജന്റ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്തു. അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് മോഡുലസ് ഓഫ് UK കണ്ടുപിടിച്ചു. മോഡുലസ് ഓഫ് UK എന്നുള്ളത് -1/k എന്നുള്ള പോർഷൻ എടുത്ത് കളയും. ആ കളഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് മോഡുലസ് ഓഫ് UK 1/√k+1 കിട്ടി. ഈ 1/√k+1 അബ്സല്യൂട്ട്ലി കൺവെർജ് ആണോ ഡൈവർജ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പല ടെസ്റ്റുകൾ ഉണ്ട്. റേഷ്യോ ടെസ്റ്റ് ഉണ്ട്, റൂട്ട് ടെസ്റ്റ് ഉണ്ട്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്. നമ്മളിവിടെ അപ്ലൈ ചെയ്ത ടെസ്റ്റ് ഏതാണ്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. കാരണം റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഫാക്ടോറിയലും പവർ k വരുമ്പോഴാണ്. റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഹോൾ റേസ് k വരുമ്പോഴാണ്. അല്ലാത്ത കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു സീരീസ് ഫോം ചെയ്യും, ന്യൂ സീരീസ്. ആ പുതിയ സീരീസ് നമ്മൾ ഫോം ചെയ്ത് VK. VK നമ്മൾ 1/k⁻²² ആണ്. അപ്പൊ P യുടെ വാല്യൂ 1/2 ആണ്. അത് ലെസ് ദാൻ 1 ആണ്. therefore ന്യൂ സീരീസ് ഡൈവർജന്റ് ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? റോ കാൽക്കുലേറ്റ് ചെയ്യുക. ലിമിറ്റ് k tends to infinity AK/VK, UK/VK. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് കിട്ടിയത് 1 ആണ്. അത് >0 ആണ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ വെച്ചുകൊണ്ട് തന്നിരിക്കുന്ന പുതിയ സീരീസ്, നമ്മൾ ഫോം ചെയ്ത പുതിയ സീരീസ് ഡൈവർജന്റ് ആയതുകൊണ്ട് നമ്മൾ പറയുന്ന കൺക്ലൂഷൻ ഗിവൺ സീരീസ് ഈസ് അബ്സല്യൂട്ട്ലി ഡൈവർജന്റ്. അബ്സല്യൂട്ട്ലി ഡൈവർജന്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോണ അടുത്ത പോയിന്റ് എന്താണ്? ഈ സീരീസിൽ നമ്മൾ ലെബനിസ് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്ത് നോക്കുന്നു. കണ്ടീഷണലി കൺവെർജന്റ് ആണോ നോക്കാനായിട്ട്. ലെബനിസ് ടെസ്റ്റ് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ആൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റ്. ലെബനിസ് ടെസ്റ്റ് രണ്ട് കണ്ടീഷൻ ആണ് നോക്കുന്നത്. ഒന്ന് AK നമ്മൾ 1/√k+1. ഇതിലെ ആ നെഗറ്റീവ് പാർട്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് AK 1/√k+1. അതിനുശേഷം AK+1 ചൂസ് ചെയ്യും. നമുക്കറിയാം ക്ലിയർലി AK plus 1 less than AK ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് k tends to infinity AK എടുക്കുന്നു. അത് നമുക്ക് എത്ര കിട്ടിയ ആൻസർ കിട്ടിയത് 0 ആണ്. ഈ രണ്ട് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ ലെബനിസ് ടെസ്റ്റ് പ്രകാരം നമുക്ക് പറയാം തന്നിരിക്കുന്ന സീരീസ് ഇവിടുത്തെ കേസിൽ കണ്ടീഷണലി കൺവെർജന്റ് ആണ്. കണ്ടീഷണലി കൺവെർജന്റ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത്. ഇത് ഡിസംബർ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.